വാട്ട് ഈസ് ഹാപ്പനിങ് ടു CSK ദിസ് സീസൺ? CSK എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കാട്ടിലും കൺസിസ്റ്റന്റ് സൂപ്പർ കിങ്സ് എന്നാണ് ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം മത്സരം മുംബൈനെ തോൽപ്പിച്ച് തുടങ്ങിയെങ്കിലും അതിനുശേഷം 3 മത്സരം, ഇന്നടക്കം 3ാമത്തെ മത്സരമാണ് തോക്കുന്നത് ഓൺ എ ട്രോട്ട്. ആൻഡ് ആ 3-ൽ 2 മത്സരവും MA ചെന്നവരം ഹോം സ്റ്റേഡിയത്തിലാണ് തോറ്റിരിക്കുന്നത്. യു റെയർലി സീ ചെന്നൈ ഇൻ സച്ച് എ സിറ്റുവേഷൻ. ചെന്നൈ ഇസ് ദ ജോയിന്റ് മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഇൻ IPL. ആൻഡ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള 5 ട്രോഫി വാങ്ങിച്ച എല്ലാ സീസണിലും നമ്മുടെ തുടക്കം നല്ലതായിരുന്നു. ആൻഡ് ചെന്നൈ വാസ് എ ഫോർട്രസ്. സോ ആ ഫോർട്രസ് എന്ന പേര് പയ്യെ കുറഞ്ഞു വരുന്നു. അത് തന്നെയാണ് ചെന്നൈയുടെ പ്രശ്നം. RCB 2007 ശേഷം ആദ്യമായിട്ട് ചെന്നൈയിൽ വന്ന് ചെന്നൈനെ തോപ്പിച്ചു. 2010 ശേഷം DC ആദ്യമായിട്ട് ചെന്നൈ വന്ന് ചെന്നൈനെ തോപ്പിച്ചു. ഹൂ ഷുഡ് യു ബ്ലെയിം? ധോണിയുടെ പേരിൽ കുറെ പേര് കൊണ്ടുവരുന്നു. അങ്ങേക്ക് 43 വയസ്സായി. ടീമിന് ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പൊ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ആൻഡ് നീ സർജറി ഒക്കെ ചെയ്തതിനു ശേഷം കമോൺ മാൻ, അഡ്മിറ്റ് ഇറ്റ്. പുള്ളിയുടെ പ്രൈം കഴിഞ്ഞു. പുള്ളിനെ കൊണ്ട് ഒരുമാതിരി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും ബംഗാളികളെ പോലെ പണിയെടുപ്പിക്കുക എന്നുള്ളത് നിർത്തുക. ഏതൊരു കുഴിയിൽ കൊണ്ടിട്ടാലും ധോണി രക്ഷപ്പെടുത്തുമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രായമായില്ലേ? സോ ധോണി എന്നൊരു ബാറ്റ്സ്മാനിൽ ഓവർ ഡിപ്പെൻഡന്റ് ആവാതെ ധോണി എന്നൊരു മാസ്റ്റർ മൈൻഡിന് ഫീൽഡിൽ ഡിപ്പെൻഡ് ആവും. സ്റ്റിൽ ഇൻ ഹിസ് ബെസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു വിക്കറ്റ് കീപ്പിംഗ്. റിയൽ പ്രശ്നം എന്താണ്? ടോപ്പ് ഓർഡർ ഫയർ ചെയ്യുന്നില്ല, മിഡിൽ ഓർഡർ ഫയർ ചെയ്യുന്നില്ല. ബാറ്റിംഗ് വളരെ ദുരന്തമായിട്ടാണ് കാണുന്നത് ഈ സീസണിൽ. IPL എടുത്തിട്ടുള്ള കപ്പ് പൊക്കിയിട്ടുള്ള എല്ലാ സീസണിലും നോക്കി നോക്കുക, ചെന്നൈയുടെ ടോപ്പ് ഓർഡർ പൊളിക്കും. ഇപ്രാവശ്യവും പൊളിക്കുന്നുണ്ട്. ചെന്നൈ ഒരു ടീം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അവരിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്തും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 4 മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നു. സോ ദേ ഹാവന്റ് ആക്ച്വലി ഫൗണ്ട് ഔട്ട് ദ ബെസ്റ്റ് ടീം ഫോർ ദം. ആൻഡ് ഫ്ലെമിംഗ് പറഞ്ഞിട്ടുണ്ടാ, ഗ്രൗണ്ടിൽ പിച്ചിനെ അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ആക്ടിങ് വിയർഡ്. ഓ കമോൺ മാൻ, ഫ്ലെമിങ്ങിനെ പോലത്തെ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചിൽ നിന്ന് വരേണ്ട ഒരു എക്സ്പ്ലനേഷൻ അല്ല, ഇതൊരു എക്സ്ക്യൂസ് ആണ്. ഹോം ഗ്രൗണ്ട് എന്തുകൊണ്ടാണ്? പിച്ച് ക്യൂറേറ്റേഴ്സ് അത്ര ബോറാ. ഇത്രയും വർഷങ്ങൾ ചെയ്ത പിച്ച് ക്യൂറേറ്റേഴ്സ് തന്നെയല്ലല്ലോ ഇപ്പോഴും പിച്ച് ഉണ്ടാക്കുന്നത്. ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഹോമിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനാണ്. ട്രഡീഷണലി സ്പിൻ ഹെവി ആയിട്ടുള്ള, സ്പിന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സും നല്ല സ്പിന്നേഴ്സ്, ക്വാളിറ്റി സ്പിന്നേഴ്സും വെച്ച് ചെപ്പോക്കിൽ കളി ജയിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എന്ത് പറ്റി? നൂർ അഹമ്മദ്, രവീന്ദ്ര ജഡേജ, അശ്വിൻ പോലത്തെ വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് അത്രത്തോളം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്നില്ല. സോ പിച്ചിൽ കുഴപ്പങ്ങളുണ്ട്. പിച്ച് കറക്റ്റായിട്ട് ക്യൂറേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് പിച്ച് ക്യൂറേഷന് മാത്രമല്ല, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബോളിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്താലും 180, 190 ഒക്കെ ഇപ്പോൾ T20 ചേസ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡറിനും ടോപ്പ് ഓർഡറിനും ഫയർ പവർ ഇല്ല. സോ ഋതുരാജ് ഗായക്വാഡ് എങ്ങനെയെങ്കിലും സെമി ഫൈനലിൽ എത്തിയാൽ ധോണിക്ക് മനസമാധാനമായിട്ട് റിട്ടയർ ചെയ്യാൻ. ഈ മനുഷ്യനെ നിങ്ങൾ എത്ര നാൾ ഇനിയും പണിയെടുപ്പിക്കും? പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യേണ്ടി വരും. CSK ഹാസ് ടു മൂവ് ഫോർവേഡ്. 3 മത്സരം തോറ്റിട്ട് ഞാൻ ഈ വർഷത്തെ IPL വളരെ ടൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഐ സ്റ്റിൽ ഹാവന്റ് ലോസ്റ്റ് ഹോപ്പ് ഓൺ CSK. ബട്ട് ഈ ടീമിന്റെ ചരിത്രം അറിയാനുള്ളവർ ഒരിക്കലും ഈ ടീമിനെ എഴുതി തള്ളത്തില്ല, നോട്ട് സോ ഫാർ. ബട്ട് ഈ വർഷം കുറച്ച് പാടായിട്ടാണ് ആസ് എ CSK ഫാൻ പോലും എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടു ബി പ്രൂവ്ഡ് റോങ്.